ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഇന്ന് നമ്മൾ ഒരു കളർഫുൾ മോമോസ് ആട്ടോ ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗി. അതിന് ആയിട്ട് ഇഞ്ചി, നാരങ്ങ, ബീട്രൂട്ട്, മുട്ട, സവാള, കിഴങ്ങ്, ക്യാരറ്റ്, വെളുത്തുള്ളി, ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം. ഒരു ബൗള് ഗോതമ്പ് പൊടിയാണ് ഇട്ടിട്ട് ക്യാരറ്റ് നമുക്ക് ഒന്ന് അരച്ചെടുക്കുക, അല്ല ബീട്രൂട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ബൗളിലേക്ക് ഗോതമ്പ് മാവ് ഇട്ടെടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് മാവ് കുഴക്കാനായിട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഇട്ടെടുക്കുന്നത്. നല്ല കളറും നല്ല ഹെൽത്തിയാണല്ലോ, നല്ല ആരോഗ്യത്തിനൊക്കെ നല്ല സാധനമല്ലേ ബീട്രൂട്ട്. അപ്പോൾ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. ഒരു സവാള കുഞ്ഞരിയ, കുരുമുളകൊന്ന് പൊടിച്ചിട്ടെടുക്കുക കേട്ടോ. വെളുത്തുള്ളി, കിഴങ്ങൊന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാം. കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ കിഴങ്ങ് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഉപ്പൊക്കെ വെച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഉണ്ടാക്കുമ്പോൾ തന്നെ, കഴിക്കാൻ തോന്നും. ചട്ടി അടുപ്പിച്ച് വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി വെച്ചിട്ട് വെക്കാം കേട്ടോ. അത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടെടുക്കാം കേട്ടോ. സവാള ഇട്ടെടുക്കാം കേട്ടോ. സവാള നന്നായി വഴഞ്ഞ് വരുമ്പോൾ ക്യാരറ്റ് ഇട്ടെടുക്കാം കേട്ടോ. ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ. കുരുമുളക് പൊടിച്ചാണ് കേട്ടോ, കരിവേപ്പായിട്ട് പൊടിച്ചാണ്. പച്ചമുളക് ഇട്ടെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഗരം മസാല പൊടിക്കാം കേട്ടോ. ചെറിയ ടീസ്പൂൺ ഗരം മസാല കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക. പിഞ്ചുപ്പ് കേട്ടോ ഇട്ട് കൊടുക്കുക. ഗോതമ്പ് മാവിൽ ഉപ്പിട്ടുകൊണ്ട് മസാലക്ക് മാത്രമല്ല ഉപ്പിട്ടാൽ മതി. മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കുക കേട്ടോ. മുട്ട നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴഞ്ഞിട്ടുണ്ട് മല്ലിച്ചപ്പും പുതിനയിലും ഇട്ടെടുക്കാം കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക. ഈ മസാല ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കിഴങ്ങ് ഒടിച്ച് ഒഴിച്ചെടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഇട്ടെടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഇട്ടെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ മസാലയ്ക്ക് തന്നെ. നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോന്നായിട്ട് പരത്തി ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ മസാല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ മോമോസ്. മുട്ട മോമോസാണ്. ഓരോന്നായിട്ട് വെച്ചെടുക്കാം കേട്ടോ. നമുക്ക് ആവിയിൽ പുഴുങ്ങിക്കാം. ഓരോന്നായി വെച്ചെടുക്കാം.